രാജ്യത്ത് വാഹനാപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യമാണ്. റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് പണരഹിത ചികിത്സാ പദ്ധതി കേന്ദ്രം ആവിഷ്കരിച്ചു. റോഡപകടത്തിൽപ്പെട്ട് പരിക്കേൽക്കുന്നവർക്ക് ആശുപത്രികളിൽ പണരഹിത ചികിത്സ ലഭ്യമാകുന്നതാണ് പദ്ധതി. റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് 1.5 ലക്ഷം രൂപയുടെ ചികിത്സ ഇതിലൂടെ ലഭിക്കും. രാജ്യത്തുള്ള സർക്കാർ സ്വകാര്യ മേഖലകളിൽ ആശുപത്രികളിൽ പണമടയ്ക്കാതെ അടിയന്തര ചികിത്സ ഈ പദ്ധതി മുഖേന ലഭ്യമാകുന്നതാണ്. അപകടമുണ്ടായി 7 ദിവസം വരെയാണ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. പദ്ധതിയുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആശുപത്രിയിൽ നിന്നാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഓഫ് റോഡ് ആക്സിഡന്റ് വിക്ടിം സ്കീമിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിവേഗത്തിലും സൗജന്യവുമായ ചികിത്സ ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു. ഈ സ്കീമിൽ പ്രായമോ വരുമാനമോ നോക്കുകയില്ല. പദ്ധതിക്കുള്ള ചെലവ് അതാത് സംസ്ഥാനങ്ങൾ ജനറൽ ഇൻഷുറൻസ് സേവനങ്ങൾ കമ്പനികളിൽ നിന്നും കണ്ടെത്തുന്നതാണ്. 1.5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സയാണ് പദ്ധതി നൽകുക. അടുത്ത അറിയിപ്പ്: സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനാൽ രക്ഷിതാക്കൾ കുട്ടികളുടെ ആധാർ കാർഡുകൾ നിർബന്ധമായും പുതുക്കണം. 5 വയസ്സിന് ശേഷവും 15 വയസ്സിന് ശേഷവുമാണ് ആധാർ കാർഡുകൾ പുതുക്കേണ്ടത്. സ്കൂൾ തുറക്കുന്നതോടെ നിരവധി സ്കോളർഷിപ്പും മറ്റും ലഭിക്കുന്നത് ആധാർ കാർഡ് ആവശ്യമായി വരും. കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ സ്കോളർഷിപ്പുകളും ഈ വഴിയാണ് ലഭിക്കുക. 5 വയസ്സിൽ പുതുക്കേണ്ട ആധാർ കാർഡ് 7 വയസ്സിനുള്ളിൽ പുതുക്കുകയാണെങ്കിൽ സൗജന്യമായിരിക്കും. അതിനാൽ സ്കൂൾ തുറക്കുന്നതിന് മുൻപായി കുട്ടികൾ ആധാർ കാർഡുകൾ പുതുക്കേണ്ടതാണ്. ആധാർ കാർഡിൽ മൊബൈൽ നമ്പറും രേഖപ്പെടുത്തണം. കുട്ടികളുടെ ആധാർ കാർഡിൽ രക്ഷിതാക്കളുടെ മൊബൈൽ നമ്പർ നൽകുവാൻ സാധിക്കുന്നതാണ്.